We will read Genesis 49 and 22. നമുക്ക് ഉൽപ്പത്തി 49 22 വാക്യം വായിക്കാം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. Joseph is a fruitful vine. യോസേഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളിയാകുന്നു. The Lord expects all of us to be fruitful vine. നാം എല്ലാവരും ഫലപ്രദമായ മുന്തിരിവള്ളികളായി തീരണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. We will read John 15:16. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15:16 വാക്യം വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനെ, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ടു തന്നെ. The Lord has chosen each one. ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. Why? എന്തിനെ? To bear fruits. ഫലം കായ്ക്കേണ്ടതിനെ. All say God has chosen us, God has chosen us. But there's a purpose. നാം എല്ലാവരും പറയുന്നു ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നാൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. To bear fruits. ഫലം കായ്ക്കേണ്ടതിനാണ്. As I have been speaking till this moment. ഞാൻ ഈ നിമിഷം വരെ സംസാരിച്ചതുപോലെ തന്നെ If we bear fruits, നാം ഫലം കായ്ക്കുകയാണെങ്കിൽ whatever we ask the Father in His name, He will grant it. നാം യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് യാചിച്ചാലും പിതാവ് അത് നൽകും. Whatever we ask for the people, He does, and miracles happen. നാം ജനങ്ങൾക്ക് വേണ്ടി എന്ത് യാചിച്ചാലും പിതാവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. And for ourselves, whatever we pray, it happens. നാം എന്തിനു വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചാലും അതെല്ലാം സംഭവിക്കും. But at the same time, എന്നാൽ അതേ സമയം if we do not bear fruit, നാം ഫലം കായ്ച്ചില്ലെങ്കിൽ what happens? എന്താണ് സംഭവിക്കുക? Calls us, ദൈവം നമ്മെ വിളിക്കുന്നു, chooses us, നമ്മെ തിരഞ്ഞെടുക്കുന്നു, and He places us. ഓരോ സ്ഥലത്ത് ആക്കി വെക്കുന്നു. But if we do not bear fruit, എന്നാൽ നാം ഫലം കായ്ച്ചില്ലെങ്കിൽ what happens? എന്ത് സംഭവിക്കും? Read verse 2, John 15:2. യോഹന്നാൻ 15:2 വാക്യം വായിച്ചു നോക്കുവിൻ. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. Yes. അതെ, He cuts off those branches which does not bear fruit. ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും സർവശക്തനായ ദൈവം നീക്കിക്കളയുന്നു. And He prunes the branches which bears fruit to bear more fruit. മാത്രമല്ല കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുകയും ചെയ്യുന്നു. God is in control of Jesus' cause. അതെ, യേശു വിളിക്കുന്നു ശുശ്രൂഷയുടെ നിയന്ത്രണം ദൈവത്തിന്റെ കരങ്ങളിലാണ്. Today we will cry to God. ഇന്ന് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. Set right my life, Lord. നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനെ Me a fruit bearing tree. ദൈവമേ, എന്നെ ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി മാറ്റണം. Don't cut me away. എന്നെ ഒരിക്കലും വെട്ടിക്കളയരുതേ. Don't cut me away. എന്നെ ഒരിക്കലും വെട്ടിക്കളയരുതേ. Don't cut me away. ദൈവമേ, എന്നെ വെട്ടിക്കളയരുതേ. You know what happened to Judas. യൂദാസിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. But then, എന്നാലോ when we bear fruit, നാം ഫലം കായ്ക്കുമ്പോൾ He prunes us, ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കും. makes us bear more fruit. നാം അധികം ഫലം കായ്ക്കേണ്ടതിനെ. It's the heart that is important. ഹൃദയത്തിലെ ചിന്തയാണ് പ്രധാനപ്പെട്ടത്. And then, എന്നാൽ whatever we ask in His name, നാം യേശുവിന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും God provides. ദൈവം നമുക്കത് നൽകും. We don't need to look for results. Automatically results come. നാം പ്രതിഫലം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും നമുക്ക് പ്രതിഫലം ലഭിക്കും. That's what the Lord told me. അതാണ് ദൈവം എന്നോട് പറഞ്ഞത്. Paul, don't be afraid and say, this should happen, that should happen. Only then people will trust. Only then ministry will prosper. പോൾ, നീ ഭയപ്പെടേണ്ട, ഇത് സംഭവിക്കും അത് സംഭവിക്കുമെന്ന് പറയൂ, എന്നാലേ ജനങ്ങൾ വിശ്വസിക്കൂ, ശുശ്രൂഷ അഭിവൃദ്ധി പ്രാപിക്കൂ. Your job is not in performing the miracles. അത്ഭുതങ്ങൾ പ്രവർത്തിക്കൽ നിന്റെ ജോലിയല്ല. Your job is in obeying me and being faithful and working for me. എന്നെ അനുസരിക്കുക, വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത് മാത്രമാണ് നിന്റെ ജോലി. I will do the works for you. നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. I will do everything. ഞാൻ സകലതും നിനക്ക് വേണ്ടി ചെയ്തു തീർക്കും. Secondly, രണ്ടാമതായി in Genesis 49:22, the second blessing about Joseph is he is planted by the waters as a fruit bearing tree. ഉൽപ്പത്തി 49:22 യോസെഫിന് ദൈവം നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം നാം കാണുന്നു. യോസെഫ് നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷമാണെന്ന് അവിടെ വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. A fruitful vine near a spring. അതെ, നീരുറവിന് അരികെയുള്ള ഫലപ്രദമായൊരു മുന്തിരിവള്ളി. Yes, we need to be a fruitful vine near the spring. അതെ, നാം നീരുറവിന് അരികെയുള്ള ഫലപ്രദമായൊരു മുന്തിരിവള്ളിയായി തീരേണ്ടത് അത്യാവശ്യമാണ്. The Bible says, sow wherever you find water.
എവിടെയെല്ലാം നനവുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ വിതയ്ക്കണമെന്ന് സത്യവേദപുസ്തകം വ്യക്തമായി പറയുന്നു. Then you will be blessed. എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാകും. Wherever you find water, sow. നിങ്ങൾ എവിടെയെല്ലാം നീരുറവ് കാണുന്നുവോ അവിടെയെല്ലാം നിങ്ങൾ വിതയ്ക്കണം. Then you will be blessed. എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാകുമെന്നത് തീർച്ച. Water is life. വെള്ളം ജീവനാകുന്നു. And Jesus Christ is the living water. യേശുക്രിസ്തുവാണ് ജീവജലനദി. He says, if you believe in me, rivers of living water shall flow out of your belly. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ജീവജലനദി പുറപ്പെടും. So as long as we have to be fruitful, we have to be planted by the waters, and the living waters, Jesus Christ. ആകയാൽ നാം പരമാവധി ഫലം കായ്ക്കുന്നവരായി മാറണം. യേശുക്രിസ്തു എന്ന ജീവജലനദിക്കരികെയുള്ള ഫലപ്രദമായ മുന്തിരിവള്ളികളായി തീരണം. That is why we request you to maintain your relationship with Jesus. അതുകൊണ്ടാണ് യേശുക്രിസ്തുവുമായുള്ള നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പരിപാലിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. And one such opportunity is praying together every morning. എല്ലാ പ്രഭാതത്തിലും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിനോടുള്ള ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾക്കൊരു അവസരം നൽകുന്നു. This is not a formal meeting. ഇത് ഒരു സാധാരണ യോഗമല്ല. This is a time when everyone gets connected with God. എല്ലാവരും ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു സമയമാണിത്. It's not hearing somebody who is standing on this platform or listening to somebody singing on this platform. ആരെങ്കിലും ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതും പാട്ട് പാടുന്നതും കേൾക്കുവാനും കാണുവാനുമല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. Getting connected with the living water, Jesus Christ. ജീവജല നദിയായ യേശുവിനോട് ബന്ധം സ്ഥാപിക്കുന്നതിനാണ് നാം വരുന്നത്. Everyone coming and sitting here and crying for himself or herself. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നു. Crying for their sin. പാപങ്ങളോർത്ത് ദൈവത്തോട് നിലവിളിക്കുന്നു. Crying over their weaknesses. ബലഹീനതകളോർത്ത് ദൈവത്തോട് നിലവിളിക്കുന്നു. Crying for God's mercy. ദൈവത്തിന്റെ കൃപയ്ക്കായി നിലവിളിക്കുന്നു. Crying for God's empowerment for the day. അന്നേ ദിവസം ദൈവം തങ്ങളെ ശക്തീകരിക്കുന്നതിന് വേണ്ടി നിലവിളിക്കുന്നു. 10 minutes of prayer gives the power to be with the living water. 10 നിമിഷത്തെ പ്രാർത്ഥന ജീവജല നദിയായ യേശുവിനോടൊപ്പം ആയിരിക്കുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നു. Otherwise we get dried up. അല്ലെങ്കിൽ നാം വരണ്ടു പോകും. We get dried up. നാം വരണ്ടു പോകും. Read Job chapter 8, 13 and 16. ഇയ്യോബ് 8 13, 16 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കുവിൻ. വെള്ളമില്ലാതെ പോട്ടപ്പുല്ല് വളരുമോ? അത് അരിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാ പുല്ലിനും മുമ്പേ വാടിപ്പോകുന്നു. ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ. Anyone who forgets God will be dried up. ആരെങ്കിലും ദൈവത്തെ മറന്നു കളയുകയാണെങ്കിൽ നിങ്ങൾ വാടിപ്പോകും, വരണ്ടു പോകും. That wine will dry up. ആ ഫലപ്രദമായ മുന്തിരിവള്ളി ഉണങ്ങിപ്പോകും. All of us start with God. നാം ദൈവത്തോടൊപ്പമാണ് ജീവിതം ആരംഭിച്ചത്. But as a routine, if we come to this prayer time, routine you come to serve the Lord here or do a work here, without God we get dried up. എന്നാൽ ഒരു ജോലി എന്ന പോലെ നിങ്ങൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ, ദൈവമില്ലാതെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾ വാടിപ്പോകും, ഉണങ്ങി കരിഞ്ഞു പോകും. But when we are with the water, എന്നാൽ നാം ജീവജല നദിയായ യേശുവിനോടൊപ്പമാണെങ്കിൽ, every morning when the living water comes into our soul through the Holy Spirit as we open our hearts to God, എന്നാൽ എന്നും പ്രഭാതത്തിൽ നാം ദൈവത്തിനു വേണ്ടി ഹൃദയം തുറക്കുമ്പോൾ ജീവജല നദി പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരും. or a green flourishing fruit bearing plant, നാം പച്ചയായി തഴച്ചു വളരുന്ന ഫലപ്രദമായ ഒരു ചെടിയായി മാറും. should we not be a fruit bearing plant? That's what the world is expecting from us and Jesus is expecting from us. യേശുക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ, ലോകം പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് ഫലപ്രദമായ ഒരു ചെടിയായി തീരുവാൻ സാധിക്കില്ലേ? Let's be with the waters. നമുക്ക് ജീവജല നദിയോടൊപ്പം വളരാം. By the side of the water, നീരുറവിനരികെ fruit. ഫലപ്രദമായി Fruit. ഫലപ്രദമായി Fruit. ഫലപ്രദമായി We need to be with the waters. നാം ജീവജല നദിയോടൊപ്പം വളരേണ്ടത് ആവശ്യമാണ്. Let us get connected. Let us be careful to get connected. ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്നതിൽ നമുക്ക് അതീവ ശ്രദ്ധയോടിരിക്കാം. What is the fruit that comes out of us? നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താണ്? Hebrews 13:15. എബ്രായർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. The fruit of the lips, which is thanksgiving to God. നമ്മുടെ അധരഫലമാണ് നാം സർവശക്തനായ ദൈവത്തിന് സ്തോത്രയാഗമായി അർപ്പിക്കുന്നത്. When we are planted by the waters and we grow as a fruit bearing tree, the fruit of thanksgiving comes out of our mouth. No grumbling ever comes, no murmuring ever comes,
disappointments or hurts ever comes. Only thanksgiving, 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 joy. നാം നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷമായി വളരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അധരഫലമെന്ന സ്തോത്രയാഗം പുറപ്പെടും. നാം ഒരിക്കലും പിറുപിറുക്കില്ല. നിരാശ നിറഞ്ഞ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടില്ല. നാം എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്കും വേദനയ്ക്കും സ്ഥാനമുണ്ടായിരിക്കില്ല. നാം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കും. May your mouth only speak the fruit of thanksgiving. Give out the fruit of thanksgiving. Then you will be a fruit bearing tree. നിങ്ങളുടെ വായിൽ നിന്ന് അധരഫലം എന്ന സ്തോത്രയാഗം മാത്രം പുറപ്പെടുമ്പോൾ നിങ്ങൾ ഫലപ്രദമായ ഒരു വൃക്ഷമായി തീരും. It's the other way also. When you are a fruit bearing tree, automatically your mouth will be only giving the fruit of thanksgiving. There will be no murmurings at all. മറ്റൊരു രീതിയിലും ഇത് ശരിയാണ്. നിങ്ങൾ ഫലപ്രദമായ ഒരു വൃക്ഷമായി തീരുകയാണെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് സ്തോത്രയാഗം മാത്രം പുറപ്പെടും. നിങ്ങൾ ഒരിക്കലും പിറുപിറുക്കില്ല. Then Romans 7 and verse 4, another fruit. റോമർ 7:4 നാം മറ്റൊരു ഫലത്തെക്കുറിച്ച് വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിനെ നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. Bearing fruit to God. അതെ, ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുക. Die to the law ന്യായപ്രമാണ സംബന്ധമായി മരിച്ച് and live for Christ. യേശു ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുക. Then you will bear fruit for Christ. എന്നാൽ നിങ്ങൾ യേശുവിനു വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരും. Let us come away from bearing fruit for ourselves, but let us sacrifice our lives to bear fruit for Christ. നമുക്ക് വേണ്ടി ഫലം കായ്ക്കുന്നതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. നമുക്ക് യേശു ക്രിസ്തുവിനു വേണ്ടി ഫലം കായ്ക്കുന്നവരായി മാറാം. Think about people, and wiping away their tears and fulfilling God's will, vision, systems here for that. Then you shall bear fruit for God. എല്ലായ്പ്പോഴും ജനങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിനായി ഫലം കായ്ക്കുവാനും ഫലപ്രദമായ വൃക്ഷങ്ങളായി മാറുവാനും കഴിയും. ദേവനുക്ക് കനി കൊടുക്കുന്നവരാக இருப்போம். ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായി മാറും. Finally, അവസാനമായി Genesis 49:22, last portion. ഉൽപ്പത്തി 49:22 വാക്യത്തിന്റെ അവസാന ഭാഗം. ഫലപ്രദമായ വൃക്ഷത്തിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. A fruit bearing tree whose branches climb over a wall. അതെ, ഫലപ്രദമായ ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടർന്നു കയറുന്നു. We will read Psalm 18:29. നമുക്ക് സങ്കീർത്തനങ്ങൾ 18:29 വാക്യം വായിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. I can scale a wall and advance against a troop through you. അതെ, ദൈവമേ, അങ്ങയാൽ ഒരു പടക്കൂട്ടത്തിന്റെ നേരെ ഓടിച്ചെല്ലുവാനും മതിൽ ചാടിക്കടക്കുവാനും എനിക്ക് സാധിക്കും. Any obstruction, ഏത് തടസ്സമായാലും automatically we will go through. സ്വാഭാവികമായും നാം അവയെ തരണം ചെയ്യും. 1,000 may come, 1000 വന്നാലും ശരി, 10,000 may come against us. 10,000 പേർ നമുക്കെതിരായി അണിനിരന്നാലും ശരി, we shall walk over. നാം അതിനെയെല്ലാം അതിജീവിക്കും. We shall be the fruit bearing tree over the wall. നാം മതിലിന്മേൽ പടരുന്ന ഫലപ്രദമായ വൃക്ഷമായി തീരും. If God be for us, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ who can be against? നമുക്ക് പ്രതികൂലം ആർ? Who can be against? നമുക്ക് പ്രതികൂലമായി ആർ നിൽക്കും? കണ്ണുകളാൽ മാത്രം നീ அதை பார்த்து துன்மார்க்கருக்கு வரும் பலனை காண்பாய். Hallelujah. Hallelujah. You will just see it with your eyes, but you will see the destruction that comes to the wicked who rise up as a wall against you. നിങ്ങൾക്കെതിരായി ഒരു മതിൽ പോലെ നിൽക്കുന്ന ദുഷ്ടന്മാരുടെ നാശം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. Because the Lord will go before you. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങൾക്ക് മുൻപായി പോകും. The one who is by your side as the living water. ജീവജല നദിയായി നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന ദൈവം. One who makes you bear fruit. ഫലം കായ്ക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവം. The one who listens to you and gives answers to everything that you ask in the name of Jesus to the Father. He will make you climb up over the walls that may be in front of you and still bear fruit. യേശുവിന്റെ നാമത്തിലുള്ള നിങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന ദൈവം നിങ്ങളുടെ മുന്നിലുള്ള മതിൽ ചാടിക്കടക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഫലം കായ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും. Amen. ആമേൻ. When a city is conquered, the flag of that conquering army is put at the highest point of that city.
highest mountain, highest tower, and the flag flies, then they have authority over the whole city. ഒരു സൈന്യം ഒരു നഗരത്തെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ആ നഗരത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതത്തിൽ ആ സൈന്യത്തിന്റെ പതാക അവർ സ്ഥാപിക്കുന്നു. ആ പതാക അങ്ങനെ കാറ്റിൽ പറക്കുമ്പോൾ ആ നഗരത്തിന്മേലുള്ള സകല അധികാരവും ആ സൈന്യത്തിന് ലഭിക്കുന്നു. അവർ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. Amen. ആമേൻ. When the enemy comes in like a flood, the Holy Spirit raises a standard against him. ശത്രു ഒരു വെള്ളപ്പൊക്കം പോലെ നിങ്ങളെ ആക്രമിച്ച് കീഴടക്കുവാൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെതിരായി എഴുന്നേറ്റ് നിൽക്കുന്നു. Don't we need the Holy Spirit by our side? പരിശുദ്ധാത്മാവ് നമ്മുടെ സമീപത്ത് നിൽക്കണം. അത് അത്യാവശ്യമല്ലേ? Don't we need the living water Jesus by our side? ജീവജല നദിയായ യേശുക്രിസ്തു നമ്മുടെ അരികിൽ നിൽക്കണം. അത് ആവശ്യമല്ലേ? Don't we need the Father who answers us when we bear fruit by our side? നാം ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന പിതാവ് നമ്മുടെ അരികിൽ നിൽക്കണം. അതും ആവശ്യമല്ലേ? We need the Father, the Son, and the Holy Spirit, as is shown in this verse, when we bear fruit. നാം ഫലം കായ്ക്കുമ്പോൾ നാം ഫലം കായ്ക്കുന്നതിനെ ഞാൻ ഈ വചനത്തിൽ കാണിച്ചു തന്നതുപോലെ നമുക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആവശ്യമുണ്ട്. Let us bear fruits. നമുക്ക് ഫലം കായ്ക്കുന്നവരായി മാറാം. Shall we look to God in prayer? നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി പിതാവേ. We are empty people. ദൈവമേ, ഞങ്ങൾ ശൂന്യരാണ്. We are weak vessels. ഞങ്ങൾ ബലഹീന പാത്രങ്ങളാണ്. But Lord, in your mercy you have chosen us. എന്നാൽ ദൈവമേ, അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. In your mercy you have chosen us. ദൈവമേ, കൃപയാൽ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. You are trusting us, Lord. അങ്ങ് ഞങ്ങളിൽ വിശ്വസിക്കുന്നു. You are trusting us, Lord. അങ്ങ് ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. You have chosen us. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Shall we all surrender our lives to Jesus? നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങൾ യേശുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. We'll beg for mercy, mercy, mercy. യേശുവിന്റെ കൃപയ്ക്കായി നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തോട് യാചിക്കാം. Many of you have been used mightily by God here. നിങ്ങളിൽ അനേകർ ദൈവത്താൽ അതിശക്തമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നവരാണ്. Many of us need to step forward. എന്നാൽ നമ്മിൽ അനേകർ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. But all of us have to be fruit-bearing trees. എന്നാൽ നാം എല്ലാവരും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറണം. അവരെയേ പാർത്തുകൊണ്ട് അവരെയേ നനയ്ത്തുകൊണ്ട് നാം ഓട്ടത്തെ ഓടുவோம். Hallelujah. We will look at him and run the race. Look at him and run the race. Look at him and spend the time. Look at him and spend the breaks. Hallelujah. We have to be different and special. നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കി മുന്നോട്ട് പോകാം. നാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തികച്ചും വ്യത്യസ്തരായി മാറണം. Ebenezer. എബനേസർ. Ebenezer. എബനേസർ. We're going to get back the souls whom we have lost. നമുക്ക് നഷ്ടപ്പെട്ട ആത്മാക്കളെല്ലാം തിരികെ ലഭിക്കുവാൻ പോകുന്നു. We are going to grow and increase tremendously this year. നാം ഈ വർഷം അത്യധികമായ രീതിയിൽ വർദ്ധിച്ച് പെരുകുവാൻ പോകുന്നു. Not win souls and lose 95% of them. നമുക്ക് ലഭിക്കുന്ന ആത്മാക്കളിൽ 95% നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല. This morning make a determination and tell Jesus, Lord, I'm not going to lose even one soul. ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുവിൻ. യേശുവിനോട് പറയുവിൻ, യേശുവേ, ഒരു ആത്മാവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. I will serve each soul perfectly, Lord. ഞാൻ ഓരോ ആത്മാവിനെയും തികച്ചും സമ്പൂർണമായ രീതിയിൽ സേവിക്കും. அந்த கிருபை இப்பொழுது இறங்குகிறது. ആ കൃപ ഇപ്പോൾ ഇറങ്ങി വരുന്നു. That grace is coming upon us right ആ now. കൃപ ഇപ്പോൾ നമ്മുടെ മേൽ വന്ന് ഇറങ്ങുന്നു. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ. Right now. ഇപ്പോൾ. And the grace will increase. ദൈവത്തിന്റെ കൃപ നമ്മിൽ പെരുകും. Our performance will increase. നമ്മുടെ പ്രകടനം നല്ല രീതിയിലാകും. Automatically we will take up higher position. സ്വാഭാവികമായും നാം അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടും. கிருபை இறங்குகிறது. The grace is ദൈവകൃപ coming. ഇറങ്ങി വരുന്നു. Thank you, Lord. നന്ദി പിതാവേ. Every dried up fruit, dried up heart, Lord, cleanse it and pour your living water into us right now, Lord. ദൈവമേ, വരണ്ടുണങ്ങിയ സകല ഹൃദയങ്ങളെയും അങ്ങ് കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ജീവജലനദി അവരിലേക്ക് അങ്ങ് പകരണമേ. Fill, Lord. അവരെ നിറയ്ക്കണമേ. Let life come into everybody, Lord. ജീവൻ എല്ലാവരിലേക്കും വന്ന് ഇറങ്ങട്ടെ. Everybody, Lord. എല്ലാവരിലേക്കും. Everybody, Lord. എല്ലാവരിലേക്കും. Everybody, Lord. എല്ലാവരിലേക്കും. Every one of us. സകലരിലേക്കും. Every one of us. ഞങ്ങളിൽ എല്ലാവരിലേക്കും. Every one of us. ഞങ്ങൾ എല്ലാവരിലേക്കും. All of us in Jesus' call. യേശു വിളിക്കുന്നു കുടുംബത്തിലെ എല്ലാവരിലേക്കും. Help us to bear fruits, Lord. ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And be alive. ഞങ്ങൾ ജീവൻ പ്രാപിക്കുമ്പോൾ Be above the mountains, above the walls. ഞങ്ങൾ പർവ്വതങ്ങളെക്കാളും മതിലുകളെക്കാളും ഉയർച്ച പ്രാപിക്കട്ടെ. Be more than a conqueror.
പൂർണ്ണജയം പ്രാപിച്ചവരെക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠരായി മാറട്ടെ. എല്ലാവരുടെയും കണ്ണീരെയും തുടയും സ്വാമി. Wipe away the tears of everyone who is suffering, Lord. ദൈവമേ, കഷ്ടം അനുഭവിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ തുടച്ചു മാറ്റണമേ. Let there be life in their life. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ ഇറങ്ങട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ.